സർക്കാർ ആശുപത്രി പുനഃസ്ഥാപിക്കുമെന്ന ലക്ഷ്യത്തോടെ പ്രദേശത്തെ വിവിധ സംഘടനാ ഭാരവാഹികൾ ചേർന്ന അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ, സെക്രട്ടറി NM രവി, ഖജാൻജി VK ബാബു എന്നിവരെയും രക്ഷാധികാരി MA മോഹനെയും തെരഞ്ഞെടുത്തു. കമ്മിറ്റിയുടെ പ്രഥമ പൊതുയോഗം 16-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4-ന് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കാരുണ്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്നു. അയ്യമ്പള്ളി സർക്കാർ ആശുപത്രിയെ തരം താഴ്ത്തിയ നടപടി പിൻവലിക്കുക, ഇപ്പോഴത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സർക്കാർ ആശുപത്രി പദവിയിലേക്ക് പുനഃസ്ഥാപിക്കുക, ലേഡി ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരെ സേവനം ലഭ്യമാക്കുക, മോർച്ചറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് അയ്യമ്പള്ളി ആശുപത്രി ജനകീയ വികസന സംരക്ഷണ സമിതി എന്ന സംഘടന ഉദ്ദേശിക്കുന്നത്. ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി എന്നായിരുന്നു ഐക്യകണ്ഠേന ആ യോഗത്തിലെടുത്ത തീരുമാനം. കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രൂപം കൊണ്ട ഈ അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി ജനകീയ സമിതി ആ യോഗത്തിൽ വച്ച് 11-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകുകയും അതിൻ്റെ രക്ഷാധികാരിയായി കാരുണ്യക്ഷേമ സമിതിയുടെ എല്ലാമായ ശ്രീ മോഹൻ MA മോഹൻ അവറുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. പ്രസിഡന്റായി നമുക്കേവർക്കും അറിയാവുന്ന ഈ കുഴിപ്പള്ളി പഞ്ചായത്തിലെ റെസിഡൻസ് അസോസിയേഷൻ അപ്പസ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ K ചന്ദ്രശേഖരൻ അവരുകളെയാണ് ഈ ജനകീയ സമിതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. സെക്രട്ടറിയായി എന്നെയും ഖജാൻജിയായി തുടക്കത്തിൽ ശ്രീ KR സദൻ അവരുകളെയും തിരഞ്ഞെടുത്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി എറണാകുളത്ത് പൂർത്തീകരിച്ചതിനെ തുടർന്ന് സ്ഥലം മാറ്റപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഖജാൻജി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ VK ബാബുവിനെ പുതിയ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. ഈ സമിതിയുടെ അന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം ഇതാണ്: അയ്യമ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തെ, ഇപ്പോഴുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തെ 75 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി പദവിയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രഥമമായ ഈ ജനകീയ സമിതിയും നാട്ടുകാരും മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നിട്ട് പോലും ആശുപത്രി പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റാഫ് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് രസകരമായ മറ്റൊരു വസ്തുത. നിർഭാഗ്യവശാൽ ഈ സ്റ്റാഫ് മറ്റ് ആശുപത്രിയിലേക്ക് നിയോഗിക്കുകയാണ് അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ആവശ്യപ്പെടുന്നത് 24 മണിക്കൂറും സർക്കാർ ആശുപത്രി പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ജീവനക്കാരെ ഇവിടെ വിന്യസിക്കുക എന്നുള്ളതാണ്. മുമ്പ് 3 ഡോക്ടർമാർ വരെ നമ്മുടെ അയ്യമ്പള്ളി ആശുപത്രിയിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും സേവനമനുഷ്ഠിച്ചിരുന്നു എന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 2 ഡോക്ടർമാരുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല എന്ന് നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് വായിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനം അയ്യമ്പള്ളി ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വാർഡ് മെമ്പർമാരും ആശാവർക്കർമാരും തങ്ങളുടെ വാട്സപ്പിൽ കൂടി അതാത് വാർഡിലെ പ്രദേശവാസികളെ അറിയിക്കുന്നു എന്നുള്ളത് രണ്ടുപക്ഷമില്ല. നാം ആവശ്യപ്പെടുന്നത് പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള കിടത്തി ചികിത്സ,
ആവശ്യമാണ്. ഇപ്പോൾ നേരിയ ഒരു പനിയോ ഒരു ജലദോഷമോ വന്നാൽ നാം അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയെയാണ് സമീപിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. ഒരു 5000 രൂപയെങ്കിലും പോക്കറ്റില്ലെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ നമുക്ക് ലഭ്യമാവുകയില്ല. കാരണം ചെറിയ അസുഖമാണെങ്കിൽ പോലും അവർ പറയും വയറ്റിൽ വേദന അല്ലെങ്കിൽ നെഞ്ചുവേദന വല്ല വന്നാൽ അത് ഹാർട്ട് അറ്റാക്കാണ്, അതല്ലെങ്കിൽ മറ്റ് മാരകമായ അസുഖമാണ്, ഉടനെ തന്നെ ആംബുലൻസിൽ എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അവർ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം ആവശ്യപ്പെടുന്നത് ഈ അയ്യമ്പള്ളി ആശുപത്രി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെലവഴിച്ച് ശൂന്യമായി കിടക്കുകയാണ്. ആ വാർഡുകളിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ചികിത്സയും ഗർഭിണികൾക്ക് വേണ്ട വിദഗ്ധ ചികിത്സയുമെല്ലാം ഈ നാടിൻ്റെ ജനങ്ങളുടെ അവകാശമാണ്. നമ്മുടെ സർക്കാർ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്നത് കേരളത്തിലാണ്. ആ ചികിത്സ ലഭ്യമാകണമെന്ന് നാം വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ഈ അയ്യമ്പള്ളി ആശുപത്രിയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് ഈ ജനകീയ സമിതി ആവശ്യപ്പെടുന്നത്. സ്വീകർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ അയച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടർമാരും MP MLA സർ, വിഷയം കുടുംബാരോഗ്യ കേന്ദ്രത്തെ അയ്യപ്പള്ളി സർക്കാർ ആശുപത്രിയായി പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എന്റെ ഭാഗ്യം കൊണ്ട്, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ വൈപ്പിങ്കരയിലെ ആരോഗ്യ പരിപാലന രംഗത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന പ്രസ്തുത ആശുപത്രിയുടെ ആരംഭകാലം തൊട്ട് കിടത്തി ചികിത്സ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രത്യേക വാർഡുകൾ, കുട്ടികളുടെയും ഗർഭിണികളുടെയും വാർഡുകൾ, ക്ഷയരോഗ വാർഡ്, മോർച്ചറി എന്നിവ പ്രവർത്തിച്ചിരുന്നതിനാൽ വൈപ്പിങ്കരയിലെയും പറവൂർ പ്രദേശങ്ങളിലെയും 70% രോഗികളും ഈ ആശുപത്രിയെയാണ് ചികിത്സക്കായി ആശ്രയിച്ചിരുന്നത്. വനിതാ ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരും ആശുപത്രി സ്റ്റാഫ് ആക്ടിനനുസരിച്ച് അനുബന്ധ ജീവനക്കാരും യഥാസമയവും പ്രവർത്തന നിരതരായതിനാൽ രോഗികൾക്ക് നല്ല പരിചരണവും ലഭിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തീരുമാനിക്കുന്നത്. അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുന്നതോടുകൂടി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭിക്കുമെന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ വിപുലീകരണത്തിന് ശേഷം നേരെ മറിച്ചാണ് സംഭവിച്ചത്. കേന്ദ്ര ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും മറ്റും ഉടലെടുത്തെങ്കിലും ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതോടുകൂടി ആരംഭിക്കുകയായിരുന്നു. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ ആശുപത്രിയെ വികസനത്തിന്റെ പേരിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തരം താഴ്ത്തുകയാണ് സർക്കാർ ചെയ്ത ആദ്യമാകട്ടെ. തരം താഴ്ത്തപ്പെട്ടതോടുകൂടി ആശുപത്രിയിലെ കിടത്തി ചികിത്സ രോഗികൾക്ക് തുടർന്ന് അങ്ങോട്ട് നിഷേധിക്കപ്പെടുകയാണ് സംഭവിച്ചത്. അതുവരെയും പ്രവർത്തനത്തിലുണ്ടായിരുന്ന എല്ലാ വാർഡുകളും മോർച്ചറിയും പ്രവർത്തനരഹിതമായി മാറി. സർക്കാരിൻ്റെ പ്രസ്തുത നടപടി മൂലം വൈപ്പിങ്കരയിലെ ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കൂലിവേലക്കാരും ചികിത്സക്കായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലുമായി. 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ വൈപ്പിങ്കരയിലോ പറവൂർ പട്ടണത്തിലോ ഒരൊറ്റ സ്വകാര്യ ആശുപത്രി പോലും ഉണ്ടാകാതിരുന്നിടത്ത് പുതിയ സ്വകാര്യ ആശുപത്രി ഉയർന്നു വരികയും ഇപ്പോൾ അവ തഴച്ചു വളരുകയും ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അയ്യപ്പള്ളി സർക്കാർ ആശുപത്രിയുടെ തരം താഴ്ത്തലും
രോഗികളുടെ ഇടത്തെ ചികിത്സ ഇല്ലാണ്ടായതുമാണ്. ജനങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന മേൽപ്പറഞ്ഞ വിഷയം വിവിധ സംഘടനകൾ വഴി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പലപ്പോഴും കൊണ്ടുവന്നിരുന്നുവെങ്കിലും നാളിതുവരെയും ഫലപ്രദമായ ഒരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യം. ഞാൻ അന്നേരം ആലോചിച്ചു പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടി. എന്നിരുന്നാലും ജനങ്ങളുടെ നിരന്തരമായ മുറവിളിയെ തുടർന്ന് ആശുപത്രി പദവിയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായും അതിനുശേഷം ഇപ്പോഴത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായും മാറ്റിയ സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണ്. ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ 2 ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരാളുടെ സേവനം ഫലത്തിൽ പലപ്പോഴും ലഭിക്കാറില്ല എന്നുള്ളത് വസ്തുതയാണ്. രാവിലെ മുതലും ഉച്ചയ്ക്ക് ശേഷവും OP ചികിത്സ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മാസങ്ങളായി ഉച്ചയ്ക്ക് ശേഷം OP ചികിത്സ നൽകുന്നില്ല. ഈ സാഹചര്യത്തിൽ അയ്യമ്പള്ളി സർക്കാർ ആശുപത്രിയെ അതിന്റെ പൂർവ്വകാല പ്രൗഢിയിലേക്ക് തിരികെ കൊണ്ടുവരികയെന്നതോടുകൂടി അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി എന്ന പേരിൽ പൊതുജന നന്മയെ കരുതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ ചേർന്ന് സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഈ സമിതി പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. 1. അയ്യമ്പള്ളി സർക്കാർ ആശുപത്രിയെ തരം താഴ്ത്തിയ അധികാരികളുടെ നടപടി ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തെ സർക്കാർ ആശുപത്രിയാക്കി പുനഃസ്ഥാപിക്കുക. സർക്കാർ ആശുപത്രി സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഡോക്ടർമാരെയും ജീവനക്കാരെയും പുനർവിന്യസിക്കുക. അവരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പുവരുത്തുക. രോഗികളുടെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക. പ്രസവ വാർഡ്, കുട്ടികളുടെ വാർഡ്, സ്ത്രീ പുരുഷ പ്രത്യേക വാർഡുകൾ, മോർച്ചറി എന്നിവയുടെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുക. മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനായി അങ്ങയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഇത്തരുണത്തിൽ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങയുടെ അറിവിലേക്കും തുടർന്നുള്ള സത്വര നടപടികളിലേക്കുമാണ് ഈ നിവേദനം ഞങ്ങൾ വിനയപുരസരം സമർപ്പിക്കുന്നു എന്ന് വിശ്വസ്തയോടെ രക്ഷാധികാരി MA മോഹൻ, ഫോൺ നമ്പർ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ, ഫോൺ നമ്പർ സെക്രട്ടറി NM രവി, ഫോൺ നമ്പർ ഖജാൻജി VK ബാബു, ഫോൺ നമ്പർ. ഇതാണ് നാം ഇതുവരെയും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇന്നലെയും നമ്മൾ ഇവിടെ സ്ഥലം MLA പങ്കെടുത്ത യോഗത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള എറണാകുളം പാർലമെൻറ്റ് MP ശ്രീ ഹൈബി ഈഡൻ വരും എന്നുള്ള അറിയിപ്പിനെ തുടർന്ന് അവിടെ പോയിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തുടർന്നുള്ള മറ്റ് കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റും മറ്റ് രക്ഷാധികാരിയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ശ്രീ K ചന്ദ്രശേഖരൻ അവർക്ക് ഈ നിങ്ങളുടെ പേരിലും ഈ പൊതുയോഗത്തിൻ്റെ പേരിലും ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ സന്നിഹിതനായിട്ടുള്ള ശ്രീ MA മോഹൻ അവരുടെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഖജാൻജിയായിട്ടുള്ള ഈ സംഘടനയുടെ ഖജാൻജിയായിട്ടുള്ള ശ്രീ VK ബാബുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ സത്യപാലൻ, അദ്ദേഹം SNDPയുടെ കരുത്തനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, ഭാരവാഹി കൂടിയാണ്, കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വയോജന ക്ലബിനെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള ശ്രീ മോഹൻ അവരുടെ സ്വാഗതം ചെയ്യുന്നു. പെൻഷനേഴ്സിനെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള ശ്രീ മുരുകാന്തൻ അവരുടെ സ്വാഗതം അതോടൊപ്പം കമ്മിറ്റി അംഗവും ആയിട്ടുള്ള വിവാരം ചേട്ടനെയും
ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹങ്ങളായിട്ടുള്ള ശ്രീ എൻ രാഘവൻ, രജീവ്, ബാബു, അനൂപ്, ഷാജഹാൻ, ഒപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ വിശിഷ്ടങ്ങളായ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ ജനകീയ സമിതിയുടെ പേരിൽ സ്വാഗതം നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രശേഖരൻ. നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നില്ല. എന്നിരുന്നാലും 2019 ഒക്ടോബർ മാസത്തിന് മുൻപ് നമ്മുടെ കുഴപ്പള്ളി പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ വയോജനങ്ങളെ പ്രതികരിച്ചുകൊണ്ടുള്ള വിവിധ സംഘടനകളുണ്ട്. അവരുടേതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള തലത്തിൽ അവരെ യോഗങ്ങൾ കൂടുമെങ്കിലും കുഴപ്പള്ളി പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ അപ്പക്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുകയും വയോജന ക്ലബിൽ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് 4-ാം വാർഡ് വയോജന ക്ലബിലും ഞാൻ പങ്കെടുത്തുള്ളതിൽ അവിടെയെല്ലാം വിവിധ മീറ്റിങ്ങുകളിൽ നമ്മുടെ അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയുടെ ഡോക്ടർമാരില്ലാത്ത അവസ്ഥയെക്കുറിച്ച് മറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മുടെ സെക്രട്ടറി വിശദീകരിച്ചു. എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായിട്ടുള്ള അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രി വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിരുന്നത് അയ്യമ്പള്ളി ധർമാശുപത്രി എന്നാണ് അറിഞ്ഞിരുന്നത്. വിവരിക്കുന്ന പ്രായമായിട്ടുള്ളവർക്കെല്ലാവർക്കും അറിയാം അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ള മിസ്റ്റർ മോഹനൻ നമ്മളുടെ ഈ യോഗത്തിലൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിൽ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് മിനിമം 3 ഡോക്ടർമാർ, ലേഡി ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാർ എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നൊരു ആശുപത്രിയാണ്. അപ്പം അന്ന് ഏത് സമയത്തും നമ്മുടെ ആശുപത്രി ചെന്നാൽ നമ്മൾക്ക് വേണ്ട ചികിത്സ കിട്ടുന്ന ഒരു അവസര കേന്ദ്രമാണ്. അപ്പം അങ്ങനെ ഈ വയോജന ക്ലബിൻ്റെ മീറ്റിങ്ങിലും റെസിഡൻസ് അസോസിയേഷനുകളുടെ മീറ്റിങ്ങിലും വരുമ്പോൾ ഇത് കേട്ട് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ എടോ താനുമൊക്കെ പ്രസിഡൻ്റായിട്ടിരുന്നല്ലേ ചോദിച്ചിട്ടുള്ള പ്രസിഡൻ്റായിട്ട് അപ്പക്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ഈ ആശുപത്രി ഇത് മുമ്പിൽ കിടന്നിട്ട് ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ റെസിഡൻസ് കുടുംബങ്ങളുടെ കൂട്ടായ്മ, അവിടെ രാഷ്ട്രീയ ഭേദമന്യേ, വർഗീയ ഭേദമന്യേ, സാമ്പത്തിക ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം റെസിഡൻസ് അസോസിയേഷൻ. മറ്റെല്ലാത്തിനും നമുക്ക് ഓരോ ചായ്വുകളുണ്ട്. അപ്പം അങ്ങനെ കേട്ടപ്പോൾ ഉരുവപ്പോൾ എനിക്കും ഒരു മാനസികമായിട്ടുള്ള തോന്നൽ എനിക്കും തോന്നി. കാരണം നമ്മളൊക്കെ പണ്ട് ഓടി ചെന്നിരുന്നതാണ്. പക്ഷെ അങ്ങനെ നിന്നപ്പോൾ കുഴപ്പള്ളി പഞ്ചായത്തിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും അതിൽ പ്രത്യേകിച്ച് കൂടെ സഹകരിച്ച് കൂടെ കൂടി ചെയ്തപ്പോൾ മിസ്റ്റർ മുരുകാനന്ദൻ മനപ്പള്ളി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ, സത്യവാദൻ പള്ളക്കാട് ഈസ്റ്റ് അസോസിയേഷൻ, ശശിശേഖരൻ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ കുഴപ്പള്ളി പഞ്ചായത്തിലെ 14 റെസിഡൻസ് അസോസിയേഷൻ്റെ വ്യക്തികൾ എൻ്റെ വീട്ടിലൊരു യോഗം വിളിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ അങ്ങനെ ഞങ്ങളിന്ന് കൂടി ആലോചിച്ചപ്പോൾ ഇത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അങ്ങനെ വിവിധമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയോഗിച്ചു നമുക്കൊന്ന് ഇടപെടാം. കാരണം നല്ല സൗകര്യങ്ങൾ അവിടെ ഉണ്ട്, മരുന്നുണ്ട്, മറ്റ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം അത് മാത്രം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണ് സമയാസമയങ്ങളിൽ ഡോക്ടർമാർ വരാത്തതിൻ്റെ കുറവ് മാത്രം. ആ കുറവ് പരിഹരിക്കണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ മാത്രം വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതെങ്ങനെ നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമ്മുടെ സെക്രട്ടറി വിവരിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന മാതിരി നമ്മൾ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൂട്ടായ്മയാണ് അതിലേറ്റവും വലുത്. അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ കൂട്ടിയിട്ടുള്ള യോഗത്തിൽ തീരുമാനം വന്നു. കുഴപ്പള്ളി പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ അപ്പക്സ് കൗൺസിലിൻ്റെ തീരുമാനം വേണം. അപ്പക്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനതിൽ ഒരു അജണ്ടയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തൊരു മീറ്റിങ്ങിൽ പ്രഖ്യാപിച്ചു. ആ പറ്റിയപ്പോൾ ചർച്ചയിൽ നല്ലൊരു സന്ദേശം വന്നു. എല്ലാവരും കൂട്ടമായിട്ട് അതിൽ നമുക്കൊന്ന് തിരിച്ചാൽ കാര്യങ്ങൾക്ക് നേടിയെടുക്കാം. അങ്ങനെ അപ്പക്സ് കൗൺസിലിന് തീരുമാനം എടുത്തെന്ന് വെച്ചാൽ കുഴപ്പള്ളി പഞ്ചായത്തിൽ 20 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിലും ഈ 20 റെസിഡൻസ് അസോസിയേഷനിൽ 15 റെസിഡൻസ് അസോസിയേഷൻ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും
എല്ലാവരും രംഗത്ത് വരണമെന്നില്ല. പക്ഷേ ഈ 14-15 റെസിഡൻസത്തിന് പ്രാദേശിക തലത്തിൽ അവരുടേതായിട്ട് പ്രവർത്തനം നടക്കുന്നെങ്കിലും പല സമയങ്ങളിലും അവരെ കൂട്ടായ്മ സമയത്ത് കുറവായതുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ എല്ലാവരെയും കൂട്ടിയടിക്കൊണ്ട് കാര്യങ്ങൾ കിട്ടണം. അതുമാത്രം പോരാ. നമ്മുടെ കൊഴുപ്പള്ളി പഞ്ചായത്തിലെ ഇതര സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടി കൂട്ടിയിണക്കി കൊണ്ടുവേണം നമുക്ക് ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അങ്ങനെ കൂട്ടമായിട്ടൊരു കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാരുണ്യക്ഷേമ സമിതിയിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി നമ്മൾ കാര്യം കൊണ്ടു. അന്ന് 18 പേരോളം പങ്കെടുത്ത, കാരണം ഇവിടെ നടത്തുന്ന ഒരു മീറ്റിംഗിൽ 18 പേരോളം പങ്കെടുത്ത യോഗത്തിൽ നമ്മളൊരു തീരുമാനത്തിൻ്റെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നമ്മുടെ അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി എന്നൊരു സംഘടന നമുക്ക് നിലവിലുണ്ട്. ആ സംഘടനയുടെ തീരുമാനത്തിൽ നമ്മൾ തീരുമാനമെടുത്തു. അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയുടെ മുൻകാല പ്രതാപത്തിലേക്ക്, പ്രതാപം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഇടപെട്ട് കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആ കമ്മിറ്റിയുടെ തീരുമാനത്തെങ്കിലും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ 19/10/2024 ബ്ലോക്ക് പഞ്ചായത്തിനും കൊഴുപ്പള്ളി പഞ്ചായത്തിനും ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുരുകാനന്ദൻ, ഞാൻ, ശശിചേട്ടൻ, സത്യവാൻ, അങ്ങനെ കൂടിയിട്ടുള്ള വ്യക്തികൾ കൂടി ഞങ്ങളൊരു മെമ്മോറാണ് പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും. ആ ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, പരാതി വെച്ചാൽ നമ്മൾക്ക് കാര്യങ്ങൾ ഇന്ന മാതിരി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്ത പരാതിയുടെ കോപ്പിയാണ്. അതിൽ ഞങ്ങൾ 4 പേര്, അന്ന് നമ്മുടെ CK ബാബു, കെ ചന്ദ്രശേഖരൻ, KV സത്യവാരൻ, മുരുകാനന്ദൻ, അങ്ങനെ 4 പേരടങ്ങുന്ന പേരെടുക്കുന്ന നമ്മൾ വിവിധ വിഷയങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഈ വിഷയങ്ങൾ നമ്മൾ അതിലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറ്റങ്ങൾ പറഞ്ഞും ആരും കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിച്ചില്ല, രാഷ്ട്രീയപരമായിട്ടും നമ്മൾ സംസാരിച്ചില്ല. അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ സമയങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതിൻ്റെ അവസ്ഥ അത് എത്രയും വേഗത്തിൽ പരിഹരിച്ചു തന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ചന്ദ്രശേഖരൻ, സെക്രട്ടറി ഗജാൻജി ബാബു, മറ്റ് ഇതര സംഘടനയിലുള്ള നേതാക്കളെ, നമ്മളുടെ പ്രസിഡന്റും സെക്രട്ടറിയും വളരെ നല്ല രീതിയിൽ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു. പഴയ കാലത്ത് നമ്മളുടെ കാരണന്മാരുടെ കാലത്തും ആകെ ഉണ്ടായിരുന്നൊരു ആശ്രയം ഈ അയ്യമ്പള്ളി ആസ്പത്രി തന്നെയാണ്. ഈ ആസ്പത്രിയിലേക്ക് വന്നാൽ നമ്മൾ സകല രോഗങ്ങൾക്കും നമ്മൾ എൻ്റെ ചെറുപ്പകാലത്ത് മുതൽ ഇവിടെ മരുന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ കൂടുതൽ ഫണ്ട് വന്നതോടുകൂടി അത് ഗവൺമെൻറ് ആസ്പത്രികൾക്കല്ല വരുന്നത്, ഈ പ്രാഥമികമായ ആരോഗ്യ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി വലിയ തുകകൾ കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോൾ ഗവൺമെൻറ് ആസ്പത്രിക്ക് വരുന്ന തുക വളരെ കുറവാണ്. കാരണം ഗവൺമെൻറ് ആസ്പത്രിയുടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് അതിന് ശരിയായ നടത്തിപ്പുകാർ കേരള ഗവൺമെൻറ്റും. അപ്പോൾ ഈ പഴയ സ്ഥാപനം പഴയ രീതിയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സകല പ്രവർത്തനങ്ങൾക്കും കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ പൈസ വരും. നേരെ മറിച്ച് അത് ഈ കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിലുണ്ടല്ലേ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ വീണ്ടും അർപ്പണിച്ച് കൊടുക്കേണ്ട ഗതികേടിലേക്ക് വന്നതിൻ്റെ പേരിലാണ് ഈ മുൻ പ്രാസംഗികനെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വീണ്ടും പുതിയതായിട്ട് വന്നിട്ടുള്ള പുതിയ ആസ്പത്രികളിൽ പോയി ശരണം പ്രാപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വലത് കമ്മ്യൂണിസ്റ്റുകാരൊരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ അതിൻ്റെ മുമ്പിൽ പോരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ സൂചിപ്പിച്ച പോലെ നാടിന് നല്ല കാര്യങ്ങളായിട്ടാണ് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ പല ദിവസവും ആ സമരത്തിൽ പോയിരിക്കാറുണ്ട്. എന്തുകൊണ്ടോ ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ് കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ വിചാരിച്ചിട്ട് ഉള്ള കാര്യത്തിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ 1-2 കൊല്ലത്തെ രാത്രി ഇത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ
ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊന്നും പ്രവർത്തിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മൾ കടലാസ് കൊടുത്തുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആ അധികാരികളെ നമ്മൾ പോയി നമ്മൾ കൊടുത്ത കടലാസിനെ പറ്റി എന്താണ് തീരുമാനം നമ്മൾ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ ഈ കടലാസ് കൊടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടപടി ഉണ്ടായില്ല. ഞങ്ങളൊരിക്കലും കാര്യം തന്നെ ഇതിന് നല്ല കാര്യങ്ങൾക്ക് ആയിട്ട് വേണ്ടി മുന്നോട്ട് വന്ന് ഇപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടൊക്കെ വരുമ്പോൾ ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഈ മറ്റുള്ള സംഘടനകൾ ഇത് രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നത് നമ്മളെ പിടികൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ നീങ്ങാതിരിക്കാം. അപ്പോൾ ഈ പേപ്പർ ആർക്കൊക്കെയാണ് കൊടുത്തെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് അവരെ വീണ്ടും നമ്മൾ കാണണം, കണ്ട് നമ്മൾക്ക് അടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചതിന് ശേഷം തൊട്ടടുത്ത് നമ്മൾക്ക് വേണമെന്ന് പോലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ഈ കേരള ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമോ ഇന്നും അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റും. കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങളുടെ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ സമാധിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള 1-2 ആസ്പത്രികൾക്ക് പഴയതുപോലെ വീണ്ടും വരാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് ഇവിടുത്തെ ആളുകൾ, ബഹുജന സംഘടനകൾ എല്ലാവരും ഈ നാടിൻ്റെ ഈ ഭാവിക്ക് വേണ്ടി, ആസ്പത്രിക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് തോന്നൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യം ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്ത് കിട്ടും എന്നുള്ളത്, വളരെ എളുപ്പം കിട്ടുമെന്നുള്ളത് ഒരാൾക്ക് എന്തെന്ന കാര്യമില്ല. കാര്യം ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ട് എന്ന് പറയാൻ ഞാൻ നിരുത്സാഹപ്പെടുത്താനല്ല പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ടെക്കിൽ പോയാൽ ഈ സമരം അങ്ങനെ കൊണ്ടുകിടക്കാനേ പറ്റുള്ളൂ. നമ്മൾ അത് അവരോട് ആലോചിച്ചിട്ട് നമ്മളെന്നാൽ നമ്മളെ ഒറ്റക്കെട്ടാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ ആസ്പത്രിയുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് വേണം എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. അതോടൊപ്പം നമ്മൾ ഈ പേപ്പർ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അക്രമത്തിന് കിട്ടി വളരെ സന്തോഷം എന്ന് പറഞ്ഞിരിക്കാതെ അവരെ വീണ്ടും പോയി കാണുകയും അടുത്ത നടപടി നമ്മൾ എന്താണ് വേണ്ടത് അവരുടെ ഇങ്ങോട്ടുള്ള റിപ്ലൈ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവെ ഞാൻ പറയുന്നില്ല, എല്ലാവരും അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കുക. കാരണം ഈ നാടിൻ്റെ ഇപ്പോൾ ഇവർ സൂചിപ്പിച്ച പോലെ പഴയ കാലത്തും വലിയ പ്രതാപത്തിൽ നിന്നൊരു ആസ്പത്രി വീണ്ടും നമുക്ക് ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് പല ബുദ്ധിമുട്ടുകളും പലർക്കുണ്ടാവും. ചെറിയ തടസ്സങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് രക്ഷാധികാരി ഞാൻ കൂടുതൽ ദീർഘിച്ച് സംസാരിക്കണമെന്നില്ല. കാരണം ഇവിടെ നാളിതുവരെ നമ്മുടെ ഈ സംഘടന രൂപീകരിച്ചിട്ട് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ എനിക്കത് തുടക്കം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശദമായിട്ട് തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോഹൻചന്ദ്രനായിട്ട് തന്നെ ഇനി എന്ത് വേണം ചർച്ചയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വേണമെന്നുള്ള നമ്മളിപ്പോൾ നിവേദനങ്ങൾ കൊടുത്തു, വകുപ്പ് തലത്തിൽ കൊടുത്തു, ഹെൽത്തിൽ കൊടുത്ത്, അതുപോലെ തന്നെ MLA കൊടുത്തു, MP കൊടുത്തു, എല്ലാവരും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഫോളോ അപ്പ് വേണമോ? ഫോളോ അപ്പിന് നമ്മൾ ഇവരെ കണ്ട് സമയം ചോദിച്ച് ഇവരായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് രൂപീകരിക്കാൻ നല്ലതായിരിക്കും, നല്ല അഭിപ്രായം. അപ്പോൾ അതിനെ തുടർന്ന് ഇവരുടെ അഭിപ്രായത്തെ തുടർന്ന് അത് നമുക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്നുള്ള നമുക്കറിയണം. അതുപോലെ തന്നെ MLA വഴി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ലെവലിൽ നമ്മൾ ഇതിൻ്റെ സർക്കാരിലേക്ക് നമ്മുടെ ഈ പ്രക്ഷോഭത്തിൻ്റെ ശ്രദ്ധ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്ത് വേണം, എങ്ങനെ പോകണം, ആ രീതിയിലുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ നമ്മൾ ഈ സംഘം രൂപീകരിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, ചന്ദ്രശേഖരൻ രാഷ്ട്രീയമുണ്ട്, മോഹൻചന്ദ്രൻ രാഷ്ട്രീയമുണ്ട്, ഇതെല്ലാം മാറ്റി രാഷ്ട്രീയമുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒന്നായിട്ട്
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിലനിർത്തി ഇപ്പോൾ നമ്മൾ ഈ പ്രക്ഷോഭം തുടങ്ങിയതിന് ശേഷം പല ഭാഗത്തു നിന്നും ഇതിൽ തുടർ പ്രക്ഷോഭ നിലയിൽ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ ആവശ്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതും നമ്മളിങ്ങനെ ഇതിന് മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ തുടർ പ്രക്ഷോഭം എന്ന നിലയിൽ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഏത് സമയം പ്രവർത്തിക്കുന്ന ഒരു ആസ്പത്രിയായിരുന്നു. ഏതാണ്ട് 60 കാലഘട്ടത്തിൽ രോഗികൾക്ക് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ കട്ടിൻ്റെ അടിയിൽ കിടന്നാണ് ചികിത്സ നടത്തിപ്പോയിരുന്നത്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുൻപത്തൊന്നും ഈ ആസ്പത്രി ഇത്തരം വികസിക്കുന്നതിന് മുൻപ് നമ്മുടെ അയ്യമ്പലി ആസ്പത്രി വൈപ്പിൻകരയിലെ ഏറ്റവും വലിയ ആസ്പത്രിയായിരുന്നു. ദിവസം ഏതാണ്ട് 5 പ്രസവം 6 പ്രസവം വരെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്ത് ഒരു കട നടത്തിയിരുന്നു. എനിക്ക് കട പൂട്ടണമെങ്കിൽ 10:30 മണി കഴിയാണ്ട് പൂട്ടാൻ സാധിക്കില്ല. അത്ര തിരക്കാണ് ആസ്പത്രിയിൽ നിന്ന് വരുന്ന ആളുകൾ കച്ചവടം നോക്കിയിട്ട്. അപ്പം ഇങ്ങനെ ശരിക്കും ഗവൺമെൻറ് ആസ്പത്രി, സർക്കാർ ആശുപത്രി ജനങ്ങളെ സഹായിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സോടുകൂടി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിൻകാലത്ത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാകാം ഈ ആസ്പത്രികൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുകയും മറ്റുള്ള പുറത്ത് ചെറിയ ചെറിയ ആരോഗ്യാലയങ്ങൾ പ്രൈവറ്റ്വൽക്കരിച്ച് അവർ തടച്ചു വളരാനുള്ള സാധ്യതയുണ്ടായി. പള്ളി ആസ്പത്രി എന്നാണ് അന്ന് പറയുന്നത്. ആ ആസ്പത്രിയിലൊന്നും അധികം ആളില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ അയ്യമ്പലി ആസ്പത്രിയിലെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് മണിക്കൂറുകളോളം നിന്നാലാണ് നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ സാധിക്കുന്നത്. അതിൽ 2 ഡോക്ടർമാർ സ്ഥിരം ഉണ്ടാവും. അതേപോലെ രാത്രി ഡോക്ടർ അടുത്ത് കാണും, മരുന്ന് കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ വെറും ആരോഗ്യാലയം 5 മണിക്ക് അത് കൂട്ടി താല്പര്യം പോകും. രാവിലെ കുറച്ച് സമയം നോക്കി എന്നാൽ വല്ല അത്യാവശ്യം മരുന്നുകളും കിട്ടും. നല്ല രോഗം എന്തെങ്കിലും പനി മുകളിലാണെങ്കിൽ അപ്പോൾ എവിടെയെങ്കിലും പ്രൈവറ്റ് ആസ്പത്രിയിൽ പോകണം, അവർ എവിടെ പോയിക്കോളാൻ നിർദ്ദേശിക്കും. അതൊക്കെ മാറ്റി നമ്മുടെ ആസ്പത്രി പഴയ രീതിയിലായില്ലെങ്കിൽ കൂടി ശരിക്കും ഡോക്ടർമാർ സ്ഥിരം അവിടെ അടുത്ത് താമസിക്കുകയും അതേപോലെ തന്നെ ഡോക്ടർമാർ സ്ഥിരം 3 പേരെങ്കിലും അവിടെ പ്രവർത്തിക്കാനുണ്ടാവണം. അതേപോലെ അപ്പോൾ അത് വരുമ്പോൾ സർക്കാരിന് വലിയ ബാധ്യതയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെലവിലുക്കളുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ കൂടുമ്പോൾ അതനുസരിച്ച് നേഴ്സ് വരണം, രാത്രി നൈറ്റ് ഡ്യൂട്ടി നേഴ്സും അതിൻ്റെ അറ്റൻഡർമാരും ഒക്കെ വേണം, മാസ്റ്റർ വേണം. ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സർക്കാരിൻ്റെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാം മാറ്റി നമ്മുടെ സമ്മർദ്ദ തന്ത്രത്തിലൂടെ അത് പഴയ രീതിയിലാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ട് നമുക്ക് ഈ സംഘത്തെ നമ്മുടെ ഈ സംഘം മുന്നോട്ട് നയിക്കാനുള്ള പ്രാപ്തരായ ആളുകളാണ് ഇപ്പോൾ ഉള്ളത്, വേദിയിൽ ഇരിക്കുന്നത്. അവരുടെ സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ നമ്മളിപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതിനകം ചെയ്തു കഴിഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിൻ്റെ കത്തുകൾ, നിവേദനങ്ങൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വേണ്ടത്ര പരസ്യം ഈ പ്രദേശങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞത്. ഇനിയിപ്പോൾ 2ാം ഘട്ടത്തിൽ ആണ് ഇത്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഇവിടെ പലരും പറഞ്ഞതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതുപോലെ തന്നെ മറ്റ് ഒരു പരിഗണനയില്ല, എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ സമിതിയാണ്. അപ്പോൾ ആ സമിതിയുടെ ഇപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ അതിൻ്റെ നിവേദനങ്ങൾ സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് ആദ്യം മുതലേ ബ്ലോക്ക് പഞ്ചായത്തിൽ സംസാരിക്കാനും ഇതെല്ലാം ഞാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൂട്ടായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും പല സംഘടനയെ പ്രതികരിച്ച് ഇവിടെ അതിൻ്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും. കൂട്ടായിട്ടൊരു തീരുമാനം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. സർക്കാർ ഗവൺമെൻറ് അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിരുന്ന
ഒരു ആശുപത്രിയാണ്. അന്നൊക്കെ ഈ മരുന്നുകൾ കുറവായിരുന്നു, മറ്റ് ലാബ് സൗകര്യം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കുറവായിരുന്നു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം വേണ്ടത്ര കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ രോഗികൾ കൂടുതലായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ 2-3 പേര് സ്ഥിരം ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മിനിമം ഇതിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യത്തിനുണ്ട്. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കണമെങ്കിൽ അത് വിപുലീകരിക്കാവുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യത്തിനുണ്ട്, നല്ല കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാബ് സൗകര്യം മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, ലാബ് സൗകര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പോൾ ചെറുപ്പത്തിലൊന്നും ആ അയ്യമ്പള്ളി ആശുപത്രിക്ക് അവിടെ ലാബ് സൗകര്യം, അതുപോലെ തന്നെ മരുന്നുകളുടെ ലഭ്യത വളരെ കുറവായിരുന്നു. ഇപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞവരെ ഏത് അസുഖത്തിന് ചെന്നാലും 2-3 കളറിലായിട്ട് മരുന്നുകളുണ്ടാവും, അത് ഔഷധത്തിൽ തരും. ആ ഒരു രീതി, അതൊക്കെ ഈ ആ ചികിത്സയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ മാറി. ഇന്നിപ്പോൾ അതൊക്കെ മരുന്നുകൾ ആവശ്യത്തിന് അത്യാവശ്യത്തിന് ആ മരുന്നുകൾ. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൻ്റെ മറ്റ് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ എല്ലാം മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ ആ സർക്കാർ ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ ഇപ്പോഴും അവിടെ ഉണ്ട്. ആ സ്റ്റാഫ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എത്ര ഡോക്ടർമാർ, എത്ര അതിനനുസരിച്ച് നഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് അടങ്ങിയിട്ടുള്ള ആ സ്റ്റാഫ് പാറ്റേൺ ഇപ്പോഴും അത് മാറ്റിയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റാഫ് അവിടെ എക്സസ് ആകുമ്പോൾ അവരുടെ സേവനം മറ്റ് ആശുപത്രികൾക്ക് അല്ലെങ്കിൽ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അവർ പുനർവിന്യസിച്ച് കൊടുത്തേക്കും. പക്ഷെ അവരുടെയൊക്കെ ലീൻ ഇവിടെയാണ്. ലീൻ എന്ന് പറഞ്ഞാൽ അവർ ശമ്പളം മേടിക്കുന്നതും മറ്റെല്ലാം ഫണ്ടെല്ലാം മാറിപ്പോകുന്നത് ഇവിടെയാണ്. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർമാർ വേണം, സമയത്ത് ഡോക്ടർമാർ വേണം. ആ ഡോക്ടർമാരുണ്ടായാൽ ഈ രോഗികൾക്ക് അതുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യവും മറ്റ് എന്ത് സൗകര്യവും ഗവൺമെൻറ് ചെയ്താലും അതിന് ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് എത്തും. ഗവൺമെൻറ് ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ പറയാൻ ഗവൺമെൻറ് ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ ഒരു പുനർചിന്തനം നടത്തുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഈ അയ്യമ്പള്ളി ആശുപത്രിയുടെ സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് ചുരുങ്ങിയാണ്. അത് പൂർവ്വസ്ഥിതിയിൽ ഗവൺമെൻറ് എല്ലാ ഈ ആരോഗ്യരംഗത്ത് എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ആ പഴയ രീതിയിൽ നല്ല സൗകര്യത്തോടുകൂടി ഡോക്ടർമാരും എല്ലാ ആയിട്ട് കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അഫക്സ് DMOന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു 60 ആളുകൾ ഒപ്പിട്ട കടലാസിൽ വിജ്ഞാനവർദ്ധന സമർപ്പിച്ച് ഡിസംബർ 8-ാം തീയതിത്തെ പൊതുയോഗത്തിലേക്ക് ആ 60 പേരുടെ ഇത് വെച്ചാൽ ആ യോഗം നടന്നില്ല. വിജ്ഞാനവർദ്ധന സഭ ഡിസംബർ 23-ാം തീയതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കൊടുത്തു ലെറ്റർ. പിറ്റേ ദിവസം അന്ന് 23-ാം തീയതി MLA അവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കൊടുത്തില്ല. 24-ാം തീയതി MLAക്ക് അയച്ചിട്ട് പിന്നെ അതിനുശേഷം ശ്രീ VD സതീശനായിട്ട് നേരിട്ട് ഞാൻ സംസാരിച്ചു ഈ കാര്യത്തെ പറ്റി. ഇതുകൂടാതെ ഉത്സവത്തിൻ്റെ അന്ന് ശർമ്മ സഭ ഓഫീസിൽ വന്നിട്ടുണ്ട്. ശർമ്മയായിട്ട് സംസാരിച്ച് അങ്ങോട്ടും പറഞ്ഞ് ഞാൻ വിളിച്ചു പറയാൻ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ശർമ്മ അന്നേരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഭാ പ്രസിഡന്റ് നേരിട്ട് MLAനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ സഭക്ക് ഒരു ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞ് മറുപടി വന്നിട്ടുണ്ട്. ആര് മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ MLAയോ ഇതുവരെ മറുപടി. സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് കാര്യമായിട്ട് എന്ന് പറയാനുള്ളത്, ഈ ആശുപത്രി വികസിപ്പിക്കണമെന്നുള്ള കാര്യം ആർക്കും സംശയമില്ല. ഞാൻ അവിടെ 1980 അവിടെ സർവീസിൽ കയറിയിട്ടുള്ളതാണ്. എൻ്റെ ഭാഗ്യം കൊണ്ട്. കാരണം എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഇത്തിരി കുറവാണ്. ഇവരോട് ഇന്നതുപോലെ ചെയ്യണം എന്ന് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്
ഇതിലെ കലാഭവൻ മണി പറയുന്നത് പോലെ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇവരോട് ഒരു നിർദ്ദേശം പറയാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. അതെന്താണ്? വിദ്യാഭ്യാസ കുറവുണ്ട് എനിക്ക്. പിന്നെ നിങ്ങൾക്ക് ആലോചിക്കും, ഞാൻ സർവീസിൽ കയറിയല്ലോ, വിദ്യാഭ്യാസം ഉണ്ടാവും, അറിവുണ്ടാവും. എനിക്ക് തന്നെ അറിവ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ വയോജനങ്ങളുടെ പ്രസിഡന്റ് ആയത് തന്നെ ഒരാളും കയറി ഇരിക്കാനില്ലാഞ്ഞിട്ട് തന്നെ ഞാൻ കയറിയിരുന്നതാണ്. ഇപ്പം എനിക്കതൊരു തലവേദന തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാരും കൂടി സൂചിപ്പിക്കുക, വൈഫിനും സുഖമില്ല, എനിക്കും നല്ല സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ നടക്കാനും ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യത്തിനും ഞാൻ വരാൻ പറ്റുമെങ്കിലും സഹായിക്കാം. ഭാര്യയ്ക്ക് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ്, ഞാനും സുഖമില്ലാത്ത ആളാണ്. പിന്നെ ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1980 അവിടെ സർവീസിൽ കയറുന്നത്. അന്നും ഇതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ അടിയിൽ മുതലും കടന്ന് ചികിത്സിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഭാര്യ അവിടെയാണ് പ്രസവിച്ചത്, രണ്ടാമത്തെ ഭാര്യ. അന്ന് ആനി തോമസ് ആയിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ശശിധരനും ആനി തോമസും ആയിരുന്നു അവിടെ. ഇതുപോലെ തന്നെ രാത്രിയും പകലും അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ വരണം എന്നുള്ളത് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അവിടെ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരുപാട് അവിടെ പോസ്റ്റ്മോർട്ടം ഞാൻ ചെയ്തിരുന്നു. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരിത്തിരി കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ആദ്യം കിട്ടുന്നത് പാർട്ട് ടൈം ആയിട്ടാണ്. 11:30 കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ് ഒരു പോസ്റ്റ്മോർട്ടം നടക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോയൊന്ന് കാണാമെന്ന് കണക്കാക്കി ഞാൻ പോയി. അപ്പോൾ ഞാൻ ചെന്ന് മുട്ടിയപ്പോൾ ശശിധരൻ്റെ ഡോക്ടർ വാതിൽ പറഞ്ഞു, മോഹനാ കാണണമെന്ന് ചോദിച്ചു. കണ്ടുകളെ, ഇത് പഠിക്കണ്ടല്ലേ സാറേ എന്ന് പറഞ്ഞു. ഞാൻ കയറിപ്പോഴുണ്ടല്ലോ, ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ആകെ പൊളിച്ചിട്ടിട്ടുണ്ട്, തല പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആകെ ടയേർഡായി. അങ്ങനെ കാണാൻ പോയതാണ്. പിന്നെ എനിക്കതിൽ കയറാൻ പറ്റില്ല, കാരണം ഞാൻ പാർട്ട് ടൈമാണ്. ഗ്രേഡ് 2 ആയാലും മാത്രമേ പോസ്റ്റ്മോർട്ടം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഞാൻ 2 വർഷം അവിടെ പാർട്ട് ടൈം ആയിട്ട് ഇട്ട് പിന്നെ പ്രൊമോഷനായിട്ട് പോയത് നായരമ്പലം കടപ്പുറം ഫിഷറീസ് ഡിസ്പെൻസറി. അവിടെ നിന്ന് വർക്ക് ചെയ്ത് രണ്ടാമത് ഇവിടെ തന്നെ വരുമ്പോൾ ഗ്രേഡ് 2 ആണല്ലോ, അപ്പോൾ പോസ്റ്റ്മോർട്ടം എനിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ തമാശ പേര് പറയും പോലെ ഒരു പെട്ടിത്തുള കുട്ടപ്പൻ, ആ ചേട്ടനെ പറ്റൊക്കെയാണ് എവിടെയും വരും. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ആ ചേട്ടനൊക്കെയാണ് പറഞ്ഞ് കയറാന്നും പറഞ്ഞ് എന്നെ ഉന്തിത്തള്ളി കയറ്റിയത്. അങ്ങനെ ഞാൻ കയറി എനിക്ക് തലഭാഗമാണ് തന്നത്. തല മാത്രം ഇങ്ങോട്ട് പൊളിച്ച് വെച്ചാൽ മതി. ബാക്കി ഇവിടെ പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കഷ്ണമായിട്ട് നമ്മൾ 5-8 പാക്കറ്റിലാക്കണം. അപ്പോൾ തലഭാഗത്താണ് ഞാൻ പറഞ്ഞാൽ തന്നെ ഞാൻ അന്നേരം ആലോചിച്ച് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടി കൂട്ടായി പോയി എനിക്ക്. എന്നാലും ചെയ്യണമല്ലോ നമ്മ. അങ്ങനെ ഇതിങ്ങനെ ബ്ലേഡ് വെക്കുമ്പോൾ ഇത് പിന്നെ പൊടി വെച്ച് അടിച്ച് പൊട്ടിക്കണം, എന്നിട്ടാണ് ഇത് തുറക്കണത്. അത് തുറന്നിട്ട് എനിക്ക് അത് മാത്രമേ ഉള്ളൂ, അത് തലച്ചോറെടുത്ത് വെക്കാം, അതിൽ നിന്ന് ഇത്തിരി കണ്ടിച്ചില്ല. അങ്ങനെ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നല്ലപോലെ പ്രവർത്തിച്ചിരുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ ഉള്ളതാണ്. എൻ്റെ ഭാര്യ അവിടെ പ്രസവിച്ചതാണ്. അപ്പോൾ അതുപോലെ ഇനി വരണമെങ്കിൽ എന്തൊക്കെ നിർദ്ദേശം തരാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. അത് നിങ്ങളെ പോലുള്ളവർ ചെയ്യുക. നിങ്ങൾ എവിടെ വിളിച്ചാലും വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വരും. അത് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നല്ല പഴയ പോലെ വരണം എന്നുള്ളത് എനിക്കും ആഗ്രഹമാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യമല്ലേ. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറച്ച് അവിടെ വർക്ക് ചെയ്ത കാര്യം 24 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ അത് ഈ പറഞ്ഞില്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണ് എനിക്ക് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ കലാഭവൻ മണി പറഞ്ഞ കൂട്ട് എല്ലാ കാര്യം തുറന്നു പോയെന്ന് പറഞ്ഞാൽ അതാണ്. അത് കാരണം നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കിട്ടാൻ വഴിയില്ല, കാരണം ഞാൻ 6ാം ക്ലാസ്സാണ്. അതെൻ്റെ ഒരു യോഗമാണ് അത് കിട്ടിയെന്ന് പറയണത്. സർവീസിൽ കയറാമെന്ന് പറഞ്ഞ ഒരു യോഗമാണ്. അങ്ങനെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് പാർട്ട് ടൈം, പിന്നെ പ്രൊമോഷനായാലും 2nd ഗ്രേഡ് എന്ന് പറയും, പിന്നെ ഗ്രേഡ് 1 എന്ന് പറയും. ഗ്രേഡ് 1 കഴിഞ്ഞിട്ടാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഈ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആകാനായിട്ടുള്ള എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല. അങ്ങനെ ഗ്രേഡ് 1 അവസാനിപ്പിച്ച് റിട്ടയർഡായി. ഇപ്പം നിങ്ങളെല്ലാം സഹായം കൊണ്ട് ഒരു 17 രൂപയോളം എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ജീവിച്ചു പോകണം. ഇപ്പം പറയുകയാണെങ്കിൽ
അതും എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വൈഫ് സുഖമില്ലാത്ത കാരണം പണിക്കും പോകുന്നില്ലൊന്നുമില്ല. അതാണ് പറഞ്ഞാൽ എൻ്റെ കുടുംബ ചരിത്രം പോലെ നിങ്ങളോട് പറയുകയാണ് കാര്യം തുറന്നാണ്. അതാണ് പറഞ്ഞാൽ കലാഭാവം മണി പറയുമ്പോൾ എല്ലാം തുറന്ന് പറയുകയെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇപ്പം ഭാര്യയ്ക്കും സുഖമില്ലാണ്ടായിരുന്നു, അതിനിപ്പോൾ ഒരു 10,000-2,000 രൂപ മരുന്ന് അതിന് വേണം. ഇപ്പം എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഒന്നും എനിക്കും പറ്റാത്തൊരു ഗതികേടാണ്. അപ്പോൾ ഇതിനുള്ള പിന്തുണ എൻ്റെ അടുത്തുനിന്ന് എപ്പോഴും ഉണ്ടാവും. ഇത്രയും പണ്ട് കമ്മിറ്റി ഉണ്ടായത് ജനകീയ കമ്മിറ്റിയാണ്. അച്യുത് മാഷ്, ഉണ്ണി മാഷ്, രാഷ്ട്രീയക്കാരുടെ കമ്മിറ്റി. അച്യുത് മാഷ്, ഉണ്ണി മാഷ്, ബാലകൃഷ്ണൻ, രായൻ മാഷ്, വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ, PWD ഒരാൾ, LCT പഠിക്കുന്ന ഒരാൾ, ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാം കൂടി കൂടിയ ഒരു കമ്മിറ്റിയാണ് പണ്ട് അവിടെ ഉണ്ടായിരുന്നത്. അത് ജനങ്ങളിൽ നിന്ന് കാശ് സ്വരൂപിച്ചെടുത്താണ് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അന്ന് ആ ഇടക്ക് നയനാർ ഗവൺമെൻറ് ഭരണത്തിൽ വരികയും നമ്മൾ ഭരിക്കുന്ന പണം, ജനകീയ കമ്മിറ്റി സ്വരൂപിക്കുന്ന പണം ട്രഷറിയിൽ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ വന്നു. ട്രഷറിയിൽ അടച്ചിട്ട് ആശുപത്രിക്ക് ആവശ്യം വരുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് പാസ്സാക്കി തരും എന്ന് പറഞ്ഞപ്പോൾ ഈ പിരിക്കാൻ പോകുന്നവരെല്ലാം പിരിക്കാൻ പോക്ക് നിർത്തി. ഇവിടുന്ന് ടാക്സി വിളിച്ച് ചിറ്റാറ്റുകര, പറവൂര് ആ മേഖലകളിൽ പരിചയമുള്ള ആളുകളുടെ വീട്ടിൽ പോയി നല്ലൊരു തുക മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ സംവിധാനം ഈ പൈസ കളക്ട് ചെയ്യുന്ന പൈസ ട്രഷറിയിൽ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കമ്മിറ്റി പിന്നെ ഇല്ലാതാവുകയും ചെയ്തു. പിന്നീടാണ് സുലോചനയുടെ കെയർ ഓഫിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആശുപത്രികളെ ഏറ്റെടുക്കുമ്പോൾ സുലോചനയാണ് ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആശുപത്രിയിൽ എത്തുന്ന പ്രസിഡന്റ്. അന്നൊന്നും ഇതുപോലെയുള്ള വലിയ വികസനങ്ങളൊന്നുമില്ല. മാസത്തിൽ ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതിന് ഈ മേൽപ്പറഞ്ഞ ആളുകളിൽ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഡോക്ടർ, ഈ രാഷ്ട്രീയക്കാരുടെ കമ്മിറ്റിയിൽ ആരെങ്കിലും ഒരു 4 പേര് 3 പേര് ഒക്കെ ഉണ്ടാവുള്ളൂ. അവർ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. അതൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെയാണ് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഓരോരോ സ്കീം പ്രഖ്യാപിച്ചാണ് അതിപ്പോൾ മുഴുവൻ ചുമതല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വന്നത്. അതിനു മുമ്പത്തെ ഗവൺമെൻറ്റും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അവിടെ NRHMൻ്റെ ഫണ്ട് കൊണ്ടുവന്ന് കിഴക്ക് ക്ഷയരോഗ വാർഡ് പൊളിച്ചാണ് കുട്ടികളുടെ വാർഡെന്ന് പറഞ്ഞ പേരിൽ അത് നിർമ്മിച്ചത്, ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ കുട്ടികളുടെ വാർഡാക്കിയില്ല, അത് പിന്നെ OP ആക്കിയിട്ടാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞാണ് ഈ തരം താഴ്ത്തൽ വന്നേ പിന്നെയാണ് പടിഞ്ഞാറ് വശമുള്ള ബിൽഡിങ് നോക്കുകുത്തിയായിട്ട് അവിടെ പണിത് കയറ്റിയേക്കുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ ആ കമ്മിറ്റിയിലുണ്ട്. ഈ കഴിഞ്ഞ സുരേഷ് ഡോക്ടർ പോകുന്നതിന് മുമ്പ് വരെയുള്ള ആ കമ്മിറ്റിയിൽ ഞാൻ അതിലുണ്ടായിരുന്നു. ഇവിടെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ, ഫ്രാൻസിസ് ഡോക്ടർ, ശശിധരൻ ഡോക്ടർ, കരിയർ ഡോക്ടർ, ദാവാഷ് ഡോക്ടർ, നാനൻ ഡോക്ടർ, പാപ്പാലി ഡോക്ടർ, സുധാ ഡോക്ടർ, നേരത്തെ പറഞ്ഞ ആനി തോമസ്, പിന്നെ ശ്രീരാമ ഡോക്ടർ, ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാർ ഇവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ്. ഈ താമസിക്കുന്നവർക്കാർക്കും യാതൊരു നഷ്ടവുമില്ല. എല്ലാവർക്കും പറവൂര് 2-3 നേരെ മേടിക്കാനുള്ള കാശൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പിന്നീട് ഡോക്ടർക്ക് ഹോസ്പിറ്റലിനകത്ത് താമസിക്കാനാണ് അവിടെ കെട്ടിടം പണിത് വെച്ചേക്കുന്നത്. ഇതുവരെയും അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അതിന് പട്ടികേരി നശിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സഡൻലി വേണ്ടത് ബേസിക്കായിട്ട് ഒരു സമരമാണ്, സൂചന സമരം വെക്കണം. സർക്കാരിൻ്റെ കടലാസ് കൊടുത്ത് നമ്മൾ അത് ഇപ്പോൾ ഒരു പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല. അത് നമുക്ക് പല അനുഭവങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. ആ കടലാസ് അത് പോകേണ്ട വഴിക്ക് പോകും. ഇവിടുന്ന് അയച്ചാൽ എവിടെ നിന്ന് അയച്ചാലും DMOന് വരും. DMO അത് എന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കതിന് നമുക്ക് ഉത്തരം മുട്ടിക്കുന്ന ഒരു മറുപടി നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാണ്ട് സൂചന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഴക്കാലത്തിന് മുമ്പ് സൂചന സമരം നടത്തും. എന്നിട്ട് വേണം അടുത്ത പരിപാടിക്ക് നീങ്ങാൻ എന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഏതാണെങ്കിലും ഞാൻ ഇതിന് മുമ്പിലുണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഫണ്ടാണ്. ഫണ്ട് കാര്യങ്ങളാണ് തീരുമാനിക്കണം. അതുകൂടാതെ മന്ത്രിമാരെ കാണാൻ മന്ത്രിമാരെ കണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എല്ലാവരും പറഞ്ഞ പോലെ
മന്ത്രിനെ കാണണം, ആരോഗ്യമന്ത്രിനെ കാണണം, അതേപോലെ നമ്മൾ MP നെ കാണണം, സംഘടനയുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടു അതിന് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു വേണ്ട കാര്യങ്ങൾ നടക്കാൻ. ഇപ്പം ഞാനൊക്കെ ഈ അരിമുള്ളി ആശുപത്രി പ്രസവിച്ചത് ലീലാമ്മ ഡോക്ടറുടെ ആശുപത്രിയിലുള്ള സമയത്ത്. പിന്നെ കുറേ നാൾ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലായിരുന്നു. 18 വർഷം മുതൽ അവിടുത്തെ ഒരു കാര്യം അറിയാതെ കിടക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആശുപത്രിയുടെ കീഴിലൊക്കെ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും നല്ലൊരു ആശുപത്രിയായിരുന്നു. ഇന്ന് 2.5 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വൈപ്പുകര എന്ന് പറഞ്ഞ പ്രസ്ഥാനം. അത്രയും ആളുകൾ അപ്പോൾ അതേപോലുള്ള ആശുപത്രി സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് അത്യാവശ്യം വൈപ്പുകരം. കാരണം നമ്മളുടെ ഏറ്റവും പ്രസിദ്ധപ്പെട്ട ഒരു ആശുപത്രിയാണ് അയ്യപ്പ ആശുപത്രി. അത് ഇന്ന് ഇങ്ങനെ തകർച്ചയിലായത് തന്നെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പലരും പ്രൈവറ്റ് ആശുപത്രികളെയാണ് ശരണം പ്രാപിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ പോയെങ്കിൽ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബം വിൽക്കണം. ഒരു ആശുപത്രിയിൽ പോയെങ്കിൽ നമ്മൾ കുടുംബം വിറ്റിട്ടാണ് ആശുപത്രിയിൽ പോയി നിങ്ങൾ അല്ലെങ്കിൽ ആ ആദ്യ അവസ്ഥയാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രി നല്ല രീതിയിൽ പഴയതുപോലെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ എല്ലാ ജനങ്ങൾക്കും ഒരുമിച്ച്. അപ്പോൾ നമ്മൾ തന്നെ ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാ ആളുകളെയും നമുക്ക് വേണ്ട ജനങ്ങളുടെ കൂട്ടായ്മ അത്യാവശ്യമാണ്. നമുക്ക് ഫണ്ട് ആവശ്യമാണ്. ഇങ്ങനെ 3-4 കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ MP നെ കാണണം. ഇപ്പോൾ ഞങ്ങളുടെ റെസിഡൻസിൽ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് 1 രൂപ പോലും മേടിക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു തുക കിട്ടും. കാരണം ഇന്ന് പുൽപ്പള്ളി പഞ്ചായത്തിൽ ഒരു 10-20 റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അപ്പം ഞങ്ങളുടെ ജനതാ റെസിഡൻസാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ 1 രൂപ നൽകണം. 10-300 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ 100 ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും പൈസ കിട്ടണ പോലെ ചിലപ്പോൾ 1 രൂപയെ കൂടുതൽ തരാൻ കഴിവുള്ള ആളോട് അങ്ങനെ വാങ്ങിക്കാം. അങ്ങനെയൊക്കെ എല്ലാം പല തുള്ളിയും പരിവെള്ളമെന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും കൂടെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നല്ല തുക തന്നെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ അയ്യപ്പുള്ളിൽ മാർക്കറ്റ്സൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കുറേ വ്യക്തികളുടെ നമ്മുടെ ലിസ്റ്റിലാദ്യം ആ ലിസ്റ്റിലിട്ട് അവരെ നേരിട്ട് പോയി കാണും. അതേപോലെ MLA ഫണ്ട് മേടിക്കാം, MP ഫണ്ട് മേടിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം ഞങ്ങളെ മഹിളാ കോൺഗ്രസിൻ്റെ നമ്മളെ സെക്രട്ടറിയാണ്, കർഷകരുടെ ജില്ലാ മെമ്പറൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. മിക്കവാറും സംഘടനയുടെ പ്രതിനിധികൾ സംസാരിച്ചപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകൾ, കൂട്ടമായുള്ള ചർച്ചകൾ ഓരോ ക്ലാസ്സിലും അവരുടേതായിട്ടുള്ള അനുഭവങ്ങളും എന്താണ് വേണ്ടതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തെങ്കിലും പൊതുവായിട്ടുള്ള ഒറ്റ ധാരണ പറഞ്ഞു. അപ്പം അതിലഭിപ്രായപ്പെട്ട 1-2 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും അധ്യക്ഷനെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കമ്മിറ്റിക്കാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കടലാസുകൾ കൊടുത്തു. ആ കടലാസുകൾ മറുപടി എപ്പോൾ കിട്ടും? ചിലർക്ക് 1 മാസം കഴിഞ്ഞോ, 1 മാസം മറുപടി കിട്ടുമോ? എപ്പോൾ കിട്ടും മറുപടി ചെയ്യും? മറുപടി നമ്മളുടെ നിവേദനം അറിയിക്കാനുള്ളവർ നമ്മൾ അറിയിച്ചു. ആ നിവേദനം അവരെടുത്തെങ്കിൽ അതെന്ന് മറുപടി കിട്ടും എന്നതിനെക്കുറിച്ചുള്ള നമ്മൾ കാത്തിരിക്കാതെ കരയുന്ന കുഞ്ഞിലെ പാലുള്ളെന്ന് പറഞ്ഞത് ആദ്യം ഇപ്പോൾ നമ്മൾ ഇത്രയും സംഘടനയുടെ പ്രതികൾ നമ്മൾ ഇത്രയും മറുപടി ചെയ്തു. ആദ്യം പൊതുവെ ഇപ്പോൾ നമ്മൾ ഈ ആൾക്കാർ വിവിധ സംഘടനകളുടെ നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്തോട് ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഒരു ദിവസം നമ്മളുടെ അതിർത്തിയിൽ നിന്നും പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ദേവസ്വം നട വരെ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടി മുദ്രാവാക്യം വിളിയോ ഒന്നുമില്ലാതെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയണം. അത് വേണമെന്നോ വേണ്ടാന്നോ നമുക്ക് തീരുമാനിക്കാം. കുറച്ച് ഫ്ലെക്സ് ബോർഡ് നമ്മുടെ വാൾ പോസ്റ്റ് അല്ല ഫ്ലെക്സ് ബോർഡ് നമ്മൾ ഉണ്ടായിക്കൊണ്ട് എല്ലാവരും ആളുകളുടെ മുമ്പിൽ കാണുന്ന മുതൽ നമ്മുടെ ദേവസ്വം നട വരെ ഒരു ദിവസം ഒരു ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാനും ഇതിന് ശേഷം പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പോകാനുള്ള ഒരു സംഘടന കൊണ്ടുവരാൻ അതിനെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം മനസ്സിലാക്കി എല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ അത് വിജയിക്കാൻ സാധിക്കുള്ളൂ. കൂടാതെ ഒരു ദിവസം നമ്മൾ അയ്യമ്പള്ളി ഗവൺമെൻറ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് അയ്യമ്പള്ളി ഗവൺമെൻറ് ആശുപത്രികൾ നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെട്ടുള്ള 5 ആവശ്യങ്ങൾ നമ്മളവിടെ ഒരു ഫ്ലെക്സിബിൾ പ്രദർശിപ്പിക്കുന്നത് നമ്മളൊരു ദിവസം ഒരു 2-3 മണിക്കൂർ ഒരു പ്രത്യക്ഷ ഒരു സമരപരിപാടി
മുദ്രാവാക്യം വിളിയോ ആരും എതിർക്കാതെ വരുന്നതിന് മുമ്പായിട്ട് ബന്ധപ്പെട്ട അതിയുടെ അനുവാദമായി കൂടി ചെയ്യണമെന്നൊരു താല്പര്യം കൂടി എനിക്കുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരും വിലയേറിയ ഓരോരുത്തരുടെ അഭിപ്രായം കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാം. അതിന് കോവിഡ് കെയർ സെൻ്ററിൽ ഇപ്പോൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഈ കുടുംബാരോഗ്യ കേന്ദ്രം അത് ആർദ്രം എന്നൊരു പദ്ധതിയിൽപ്പെടുത്തപ്പോൾ മിനിമം 3 ഡോക്ടർ അതിലുണ്ടായിരിക്കണം. അതിനോട് ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളും ബന്ധപ്പെട്ട അതിൻ്റെ ജോലിക്കാരും അവിടെ ഉണ്ടായിരിക്കേണ്ട കാര്യം ഞങ്ങളുണ്ടാവും. ഇതിനു മുൻപ് പല പ്രാവശ്യവും പല വ്യക്തികളും ഇതിനെക്കുറിച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടതോ ഇന്നും നമ്മുടെ സ്റ്റാഫ് പാറ്റേണിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെയുള്ള ഡോക്ടർമാരെ മറ്റ് സ്റ്റാഫിന് മറ്റ് സ്ഥലത്തേക്കും ഭാഗികമായിട്ട് അനുബന്ധമായിട്ട് അവരുടെ എല്ലാം ശമ്പളം കൊടുക്കുന്ന അയ്യമ്പള്ളികളിൽ ഇതൊക്കെ മാറ്റിയാണ്. അപ്പോൾ ഈ ആർദ്രം പദ്ധതിയിൽപ്പെട്ടുകൊണ്ട് മിനിമം 3 ഡോക്ടർമാർ ഉണ്ടായിരിക്കണം. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ കാലത്ത് 2 ഡോക്ടർമാരുണ്ടാവേണ്ടത് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. 11 മണിക്ക് ഒരു ഡോക്ടർ നമ്മൾ ബോർഡിൽ നോക്കുമ്പോൾ ഒരു ഡോക്ടറോടും വരുമ്പോഴേക്കും 11 മണിക്ക് ചില ദിവസങ്ങളിൽ അവിടെ ബോർഡിൽ 2 ഡോക്ടറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉൾപ്പള്ളി പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി ശമ്പളം കൊടുത്തുകൊണ്ട് 55,000 രൂപ ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇപ്പോൾ 4 മണി വരെയും ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ആ 4 മണിയുടെ ഡോക്ടർ ഒരു 2-3 മണിയാകുമ്പോഴേക്കും നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫിന് മനസ്സിലാവും OP ടിക്കറ്റ് അപ്പോൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴേക്കും ആ ഡോക്ടർ പോകണം. മിക്കവാറും ദിവസങ്ങളിൽ ഡോക്ടർമാർ അവിടെ ഉണ്ടാവാറില്ല. അവിടെ പലരും വരുന്ന സാധാരണക്കാരുടെ രോഗികൾ ഈ ഡോക്ടർ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഒന്നും പറഞ്ഞപ്പോൾ രോഗികൾ അവർ വരുന്നില്ല. കാരണം കാലത്ത് വരുന്ന രോഗികൾക്ക് കൂടി വന്നാൽ ഒരൊറ്റ ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് എത്ര പേരെ പരിശോധിക്കാൻ സാധിക്കും? 2 ഡോക്ടറുണ്ടെങ്കിൽ ആനുപാതികമായിട്ട് അതിന് ചികിത്സ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഡോക്ടർമാരുടെ സേവനം നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർമാരുടെ പോകണം നേടിയല്ല. പിന്നെ മിക്കവാറും നമ്മുടെ ആശാ വർക്കർമാർ അയ്യമ്പള്ളി ഗവൺമെൻറ് നാളെ OP ടിക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഉണ്ടായിരിക്കില്ല, മറ്റന്നാളുണ്ടായിരിക്കില്ല, മിക്കവാറും ദിവസങ്ങളിൽ അവിടെ ഇല്ല. ഇത് അവരറിയുന്ന കാര്യം വെച്ച രീതിയിൽ ഇടുന്നുണ്ടെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ ഇരിക്കുന്നത് ഇവിടെ എല്ലാവരും മിക്കവാറും ആൾക്കാർ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ഇതിൻ്റെ ആക്ഷൻ കൗൺസിലിൽ നിന്നിലേക്ക് ഞങ്ങൾക്ക് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിന് നമുക്ക് നടപടി ഉണ്ടാക്കണം. അതിന് യാതൊരു പദ്ധതി അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് നമ്മുടെ അയ്യമ്പള്ളി ഗവൺമെൻറ് നമ്മൾ ആവശ്യപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് നടത്തണം. അതിനെന്താണ് വേണ്ടതെന്ന് കുറിച്ച് നമുക്ക് പൊതുവായിട്ട് എല്ലാവരും കൂടി ചർച്ച എടുത്ത് നമുക്ക് തീരുമാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് യോഗം നിയോജകമണ്ഡലത്തിലെ MLA ഉണ്ട്, നമ്മൾ കടലാസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പ്രശ്നം കിട്ടിയിരിക്കുകയാണ്. നമ്മളെന്ത് വേണമെന്നുള്ള അദ്ദേഹത്തോട് തിരക്കുക. അദ്ദേഹത്തിൽ കൂടിയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരു തരത്തിലല്ലെങ്കിൽ ഈ രണ്ടാമത്തെ പറയുന്ന ഈ സമര പരിപാടി അദ്ദേഹത്തിന് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ലെറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ് നമുക്ക് MLAക്ക് പറ്റിയൊരു ദിവസം നോക്കിയിട്ട് ആധികാരികമായിട്ട് അദ്ദേഹത്തോട് ഇത് തിരക്കുക. നമ്മൾ ഈ ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങളെന്ത് വേണമെന്നുള്ള അങ്ങനോട് തന്നെ ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത്, അടുത്ത എന്താണ് വേണ്ടതെന്നുള്ളത് അതിൽ നമ്മൾ നിൽക്കുന്നില്ല എങ്കിൽ പോരെ. അതിന് നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് അടുത്ത നടപടി ആദ്യം തന്നെ ചാടി കയറി നമ്മളൊരു സമരത്തിലോട്ട് ചെന്നതിന് ശേഷം MLAനെ കാണാൻ ചെല്ലണം. ശരിയത് അദ്ദേഹത്തിന് അവഹേളിക്കരുതില്ലയോ, മാന്യമായിട്ട് ചോദിക്കുക. നമ്മളിങ്ങനെയുള്ള പ്രശ്നം നമ്മളെ നാടിൻ്റെ വികസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ജനപ്രതിനിധിയാണ്. ഞങ്ങൾ കടലാസ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇതിനെപ്പറ്റി എന്ത് വേണമെന്നാണ്, ഞങ്ങളിനി എന്ത് വേണമെന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയാനായിട്ട് അപ്പോൾ അതെടുത്ത് അങ്ങേരുടെ മുമ്പിലിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ അതിൽ പറഞ്ഞതാണ്, ഇപ്പോൾ MLAനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് നമ്മൾ അറിയണം. അതുപോലെ തന്നെ MP-നെ കാണണം. നമ്മൾ പ്രതിപക്ഷ നേതാവിനെ കൂടി കണ്ട നന്നായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മളുടെ രക്ഷാധികാരി എന്നുള്ളതിലേക്ക് മോഹൻ്റെ അഭിപ്രായത്തെ അവഗണിക്കുന്നില്ല. അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ SNDP യൂണിയൻ്റെ പ്രസിഡന്റ് സംസാരിച്ച മാതിരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മളൊന്ന് ഈ നിലവിലെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉടനടി തന്നെ MLA കാണാനുള്ള ഒരു തീരുമാനം ഡേറ്റ് ഞങ്ങൾ തൃശ്ശൂരിൽ പോയി കണ്ടോളാം. കണ്ടതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന മറുപടി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് നോട്ടീസ് പോകാൻ നമുക്ക് പരസ്യപ്പെടുത്താൻ പറ്റില്ല. ബന്ധപ്പെട്ട ആരോട് തീരുമാനിച്ചുകൊണ്ട് അതിന് നമ്മൾക്കൊരു അനുകൂലമായിട്ട് നല്ലൊരു മറുപടിയാണ് കിട്ടുമെങ്കിൽ നമ്മൾ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് തൽക്കാലം തിരിച്ചുകൊണ്ട് വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നോട്ട് നിന്നാം. അതല്ല നമുക്ക് അതിന് പ്രതികൂലമായിട്ടൊരു മറുപടി വേണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചുകൊണ്ട് എന്താണെന്ന് ആ സമയത്ത് ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങിയാൽ മതി. അതുപോലെ മതിയോ? കാണാൻ പോകുന്നോട്ട് ഡേറ്റ് നിശ്ചയിക്കാം എന്ന് പോകുന്നുള്ളത് ആയിക്കോട്ടെ. മറ്റൊന്ന്, ഇപ്പൊ നിരവധി ആൾക്കാരെ ഫോണിലൂടെ ബന്ധപ്പെട്ട നോട്ടീസ് ഇറങ്ങിയതിന് ശേഷം നിരവധി ആൾക്കാരെ ബന്ധപ്പെട്ട അറിയിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഇതുണ്ട്,
ജാതിഭേദം കൂടാതെ രാഷ്ട്രീയ ഭേദമില്ല, ഇങ്ങനെ ഒന്നുമില്ലാതെ തന്നെയാണോ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഇതിൽ നമ്മളുടെ ആശുപത്രിയുടെ ജനകീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള യോഗം ആലോചനയൊക്കെയാണ് നടക്കുന്നത്. ഒന്നൊന്നുകൊണ്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ അറിയിച്ച പലരും എത്തിയിട്ടില്ല. അപ്പം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതിൻ്റെ ആവശ്യകത ശക്തമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പോസ്റ്റ് നടത്തിയിട്ടുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ പള്ളത്താങ്കുളങ്ങളിൽ നിന്ന് ദേവസ്ഥലം വരെയെങ്കിലും ഒരു പ്രചാരണ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടുള്ള ഒരു ജാഥ നടത്തേണ്ടത് ആവശ്യമാണ്. തന്നെ ഇനി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചന വേണം. ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചിട്ട് ആദ്യം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് 500 വെച്ച് ഞങ്ങൾ ഒരു സമാഹരണം നടത്തി. 7,500 ഉൾപ്പെടുത്തുണ്ടാവും അല്ലേ? 7,500 ഉൾപ്പെടുത്ത് മൊത്തം വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ചിലവ്, കാരണം റെസീപ്റ്റ് അടിച്ചു വെച്ചിരിക്കുന്നത്, ലെറ്റർ പാഡ് അടിച്ചു വെച്ചിരിക്കുന്നത്, വാൾ പോസ്റ്റ് അടിച്ചത്, മറ്റേ പ്ലക്കാർഡ്, മറ്റേ ബാനർ അടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെയ്യുമ്പോൾ അധിക ചിലവായിട്ട് ഒരു 800 ചില ഉറുപ്പിയോളം അധികം സെക്രട്ടറി ട്രഷററി ചെയ്യുമ്പോൾ ആയിരിക്കണം. പുറത്തുനിന്ന് ആകെ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 500 രൂപ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ മേടിച്ചുള്ളൂ. പുറത്തുനിന്ന് ആരും ഇത് 10 പൈസ നമ്മൾ മേടിച്ചിട്ടില്ല. ഇത് കമ്മിറ്റി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ നമ്മൾ 500 രൂപ ചേർത്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ നിന്ന് യഥാവധി സാമ്പത്തിക സഹായ സഹകരണങ്ങൾ തന്നാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റും. റെസീപ്റ്റ് അടിച്ചു വെച്ചുകൊണ്ട് ഈ പൊതുയോഗം ഇന്ന് പറയുകയാണെങ്കിൽ നാളെ മുതൽ പുറത്ത് നമ്മുടെ മാർക്കറ്റിൽ, അത് ഇവിടുത്തെ മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രതിയോട് പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ എല്ലാ കടകളിലും കയറി അതിൻ്റെ സാമ്പത്തിക സഹായം ഉണ്ടാക്കിയാലേ നമ്മുടെ പ്രവർത്തനങ്ങൾ പോകാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചന്ദ്രചേട്ടൻ, ഇല്ലാണ്ടിട്ട് ഇതൊന്നും പറഞ്ഞിട്ടല്ല, അദ്ദേഹം വന്നൊരു 500 രൂപ അദ്ദേഹം വേണം. ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ആവുന്ന സാമ്പത്തിക സഹായങ്ങൾ തന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ ഒരു പിരിവ് നടത്തുന്നതിന് ഈ പൊതുയോഗം അംഗീകാരം തരാമോ? അങ്ങനെ കൈയടിച്ച് പാസ്സാക്കണം. അല്ല, ആരൊന്നും മിണ്ടാത്ത എന്താ? കാരണം പബ്ലിക്കിൽ നിന്ന് പൈസ 10 പൈസ വെച്ച് നമ്മുടെ എല്ലാവരും കുടുംബത്തിൽ നിന്ന് മാത്രം കൊണ്ടുവരാൻ പറ്റില്ല. പബ്ലിക്കിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ കിട്ടിയാലേ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യം നമ്മുടെ മാർക്കറ്റിനടുത്തും അത് കഴിയുമ്പോൾ വിവിധ സംഘടനകളും വിവിധ വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ചെയ്യാം എന്നുള്ള അംഗീകാരം ഈ പൊതുയോഗം അംഗീകാരം നാളെ തൊട്ട് നടത്താൻ ഞങ്ങൾ അതിനെ ഒന്നും കൂടി കൈയടിച്ചിട്ട് പാസ്സാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ ഇന്ന് ഫോൺ നമ്പർ മേടിച്ചിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പം കേട്ടോ, എല്ലാവരും അറിയണം. ബിബി, ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ കമ്മിറ്റി, ഇവിടെ വന്നിട്ടുള്ള സംഘടനാ പ്രതികളും അത് വന്നിട്ടുള്ള വ്യക്തികളെല്ലാവരും നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ടുള്ളതാണ്. നമ്മളെടുക്കുന്ന തീരുമാനം IML ഗവൺമെൻറ് ആശുപത്രിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഉണ്ടാകണം. അതിൽ മുഖ്യധാര എന്നൊരു സാമ്പത്തികമാണ്. സാമ്പത്തികത്തോടെ എല്ലാവരും തയ്യാറാണ്. നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഇത്. പൊതുവായിട്ടുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഇതിൻ്റെ മുഖ്യ ഘടകം. അതിന് എല്ലാം അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സാമ്പത്തികമില്ലാതെ പ്രവർത്തിക്കുന്ന ദിവസമാണ്. ഇവിടെ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അതിന് തയ്യാറാവണം. അപ്പോൾ ഇപ്പോൾ ഒരു സജഷൻ ഇദ്ദേഹം പറഞ്ഞ മാതിരി സമരപരിപാടികളൊക്കെ പിന്നീടാവാം. പക്ഷെ എന്നിരുന്നാലും പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് അതിർത്തിയിൽ നിന്ന് നമ്മുടെ അതിർത്തി വരെ നമ്മുടെ ആവശ്യങ്ങളടങ്ങിയ കുറച്ച് പ്ലക്കാർഡ് അടിച്ചുകൊണ്ട് അതിർത്തി ദേവസ്വം നട വരെ ആളുകളിൽ ഒരു ബോധോദയം ഉണ്ടാക്കാനും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരു പ്ലക്കാർഡ് പിടിച്ച് നടത്താം. നമുക്ക് നല്ലതല്ലേ? മുദ്രാവാക്യം വഴിയൊന്നുമില്ല അല്ലേ? വേണം. അത് എന്ന് വേണം. മുദ്രാവാക്യം